പാർക്കിലേക്ക് പോകാം. സയൻസ് സിറ്റിയിലെ പാർക്കിലേക്ക്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം സയൻസ് സിറ്റിയിലാണ്. കോട്ടയത്ത് കുറവലങ്ങാട് കോഴ ബ്ലോക്ക് പഞ്ചായത്തിന് ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന സയൻസ് സിറ്റി എന്ന വലിയൊരു സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ നിലവിൽ. സയൻസ് സിറ്റി എന്ന് പറയുമെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊരു ശാസ്ത്ര ലോകം തന്നെയാണ്. ഒരു സിറ്റിയായിട്ട് തോന്നുന്നില്ല, ഒരു ശാസ്ത്ര ലോകം തന്നെയാണ്. കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് മുതിർന്ന ആൾക്കാരുള്ള എല്ലാവർക്കും ഒരുപോലെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനായിട്ടുള്ള ഒത്തിരി സാങ്കേതിക വിദ്യകൾ ഇവിടെ നിലവിൽ. ഒരു ദിവസം മുഴുവനായിട്ടും എൻജോയ് ചെയ്യാനായിട്ട് അനുഭവിച്ചറിയാനായിട്ടുള്ള സകല ഏരിയകളും ഉണ്ട്. 30 ഏക്കർ മേളിലുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് തൊട്ട് 3D തിയേറ്റർ സഹിതം സകല സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ നിലവിൽ തുടങ്ങിയിരിക്കുന്നത്. ഇനിയും വരാനുണ്ട്. ദൂരദർശിനി വരാനുണ്ട്. പ്ലാനറ്റോറിയത്തിൻ്റെ പണി തീർന്നിട്ടില്ല, പ്ലാനറ്റോറിയം വരാനുണ്ട്. വാട്ടർ തീം പാർക്ക് വരാനുണ്ട്. ഉടനടി അതെല്ലാം തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ അതൊന്നുമില്ലെങ്കിൽ പോലും ഒരു ദിവസത്തെ ഫുള്ള് കണ്ടും കേട്ടും പോകാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും വരണം. എല്ലാ സ്കൂളിൽ നിന്നും പിള്ളേരെ കൊണ്ട് കാണിക്കണം, നിർബന്ധമായിട്ടും കൊണ്ട് കാണിക്കണം. സ്കൂളിൽ എല്ലായിടത്തും ടൂർ പോകാനായിട്ട് അവിടെ ഇവിടെ പോവുക, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ സ്കൂളുകളിൽ നിന്ന് കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സയൻസ് സിറ്റി. ഇത് കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് എല്ലാവർക്കും അത് മനസ്സിലാക്കാനും കാണാനും കേൾക്കാനും എല്ലാം ഉള്ള സൗകര്യവും സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഫുഡ് കഴിക്കാനും ഫുഡ് കോർട്ടുണ്ട്. അതുപോലെ ഒരു ഈ പണി തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഓഡിറ്റോറിയം പൊതുവായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ളതുണ്ട്. അവിടെ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താം. ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. ഇവിടെ കാണാനും കേൾക്കാനും എല്ലാം കണ്ടും കേട്ടും പോവുകയും ചെയ്യാം. ഒരു രീതിയിൽ അസ്വസ്ഥതകളും ഇല്ലാതെ വളരെയധികം ആസ്വദിച്ച് എല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് സയൻസ് സിറ്റി ഇപ്പം നിലവിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് ആണ്. നിങ്ങൾ വന്ന് കണ്ട് കേട്ട് ശരിക്കും അനുഭവിച്ചറിയണം. അതിൻ്റെ ഒരു മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓരോരുത്തരും വന്നും കണ്ടും അത് കണ്ടറിഞ്ഞ് പോകണം. തിങ്കളാഴ്ച ദിവസം മാത്രം അവധിയാണ് കേട്ടോ. തിങ്കളാഴ്ച അവധിയാണ്, ബാക്കി എല്ലാ ദിവസങ്ങളും വർക്കിംഗ് ആണ്. മഴയാണേലും വെയിലാണേലും കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു പോകാവുന്നൊരു സ്ഥലവും കൂടെയാണ് കേട്ടോ. വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മഴയാണെങ്കിൽ അകത്ത് കാണാനും കേൾക്കാനുമായിട്ട് ഇഷ്ടംപടിയുണ്ട്. അതുപോലെ മഴയില്ലെങ്കിൽ പുറത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും